അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നല്ല കുറച്ച് നാടൻ വിഭവങ്ങൾ ചേർത്തുള്ള ഉച്ചയൂണാണ്. ഏകദേശം നമുക്ക് അയല നമ്മൾ മുളകിടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മുരിങ്ങയില, അത് നമ്മൾ താളിക്കുക ചെയ്യുന്നത്. ഇന്ന് പിന്നെ കറിയല്ല. പിന്നെ മാങ്ങ ചമ്മന്തി. നല്ല രസമാണ് ഈ ഒരു 3 വിഭവങ്ങളും, നല്ല ചേർച്ചുള്ള വിഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ യൂസുഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏതായാലും തുടങ്ങി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് 2-3 വിഭവങ്ങളുള്ളതുകൊണ്ടേ അപ്പോൾ ഓരോന്നൊക്കെ ചെറിയ വിഭവങ്ങളാണെങ്കിലൊക്കെ ഉണ്ടാക്കി വരണ്ടേ. അപ്പോൾ 2 അയലയാണ് നമ്മൾ എടുക്കുന്നത്. നല്ല വലിപ്പമുള്ള 2 അയല, അത് മതി കറിക്ക്. ഇന്ന് വറക്കലൊന്നുമില്ല എന്ന്. അപ്പോൾ അത് നമുക്ക് ആദ്യം അത് നോക്കാം. അതുണ്ടാക്കാം ആദ്യം കറി. അപ്പോൾ നമ്മളിതാ കറി വയ്ക്കാനുള്ള അയല, നല്ല വലിയ അയല തന്നെയാണ്. ഇന്ന് നമ്മൾ പൂച്ചയോടെ ഉണ്ട്. പൂച്ചയ്ക്ക് പിഞ്ഞി തലേന്ന് 2 പൂച്ചയ്ക്കുള്ള തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തന്നെയാണല്ലോ, അപ്പോൾ തന്നെ മതി. അപ്പോൾ അതിനിവിടെ റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്. നമുക്കിതാ പൂച്ചയ്ക്കുള്ള തലയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ ശേഷമുള്ളത് നമുക്കിനി ഇതാണ്. ഇത് നന്നാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. ഒന്ന് മുറിക്കാം. ഒരയില നമ്മളൊരു 3 കഷ്ണമാക്കിയിട്ട് അങ്ങനെയാണ് മുറിക്കുന്നത്. ഒരു പാകമാണ്. എന്നാൽ അങ്ങനെ 6 കഷ്ണങ്ങൾ. ഇത് പിന്നെ അതിലേക്കുള്ള മറ്റ് നമ്മളതിൽ വഴറ്റാനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കാം. മീനൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. നമുക്ക് അതൊക്കെ അരിയാങ്ങി അങ്ങനെ വഴറ്റി മുളക് കറി, അതായത് മുളകിട്ട് മീൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണത്. ഇനി നമുക്ക് ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ അതിൽ ഒഴിക്കാം. എന്നിട്ട് അതാ ചൂടായി വന്ന ശേഷം നമുക്ക് ഇനി വഴറ്റി അങ്ങനെ എടുക്കാം. അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി അതേ ചേർക്കാനുള്ളൂ. പൊടികൾ ഇപ്പോൾ നമുക്ക് പുളി, അതിൽ നമ്മൾ സാധാരണ പുളി അത് പിഴിഞ്ഞ് പാരാം. അത്യാവശ്യം പുളീൻ്റെ ആ ഒരു വെള്ളം തന്നെ ഉണ്ട്. വേണമെങ്കിൽ ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതാ ഇനി മീൻ കഷ്ണങ്ങൾ അതതിൽ ചേർക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് നല്ല പോലെ വെന്ത് വന്നു. നമുക്ക് കറിവേപ്പില ചേർക്കാം. എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് വേവുമല്ലോ. കറി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മുരിങ്ങയില. അതും അതുപോലെ കുറച്ചുള്ള മുരിങ്ങയില. ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് കുറഞ്ഞ അതേ ഉള്ളൂ അളവിൽ. ആ മുരിങ്ങയില പിന്നെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. അപ്പോൾ അതൊക്കെ ഊരിയെടുത്തതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളക് വട്ടത്തിൽ ഇതാ അങ്ങനെ ഉണ്ട് അരിയാം. പിന്നെ ചെറിയ ഉള്ളി, ഇത് രണ്ടും വഴറ്റിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നല്ല രസമാണ്. പിന്നെ മുരിങ്ങയില വേണമെങ്കിൽ നമുക്ക് ഉപ്പേരി പോലെ വയ്ക്കാം. തേങ്ങ ഒക്കെ ചതച്ചിട്ടിട്ട്, പച്ചമുളക് ചതച്ചിട്ട് അങ്ങനെ ചേർക്കാം. പിന്നെ ഇങ്ങനെയാണെങ്കിൽ രസമാണ് മുരിങ്ങയില. പിന്നെ ഏത് രീതിയിലാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഒക്കെ വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് മുരിങ്ങയില അത് ചേർക്കാം. പാകമാണ്. പിന്നെ വെന്ത് വരുമ്പോൾ തന്നെ ഒതുങ്ങും ചട്ടിയിൽ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇനി നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ്, ലേശം കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല രസമാണ്. ചെറിയൊരു കുറഞ്ഞൊരു വെള്ളം അതിലുണ്ടാവും, എന്നാലും അത് നല്ല രസമാണത് കഴിക്കാൻ. കണ്ടോ?
അപ്പൊ അത് കറിയും മുരിങ്ങയിലെ അത് രണ്ടും കൂടെ റെഡി ആയി. ഇനി നമുക്ക് മാങ്ങ ചമ്മന്തി. ഇനി അതാണ് പിന്നെ നമുക്ക് മാങ്ങ. ഇനിയിപ്പോ ചമ്മന്തിന്റെ മാങ്ങയ്ക്ക് അത്യാവശ്യം ഒരു വലിപ്പമുള്ള തന്നെയാണ്, പുളി ഉണ്ടാവുന്നല്ലേ. എന്നിട്ട് മാങ്ങ ചമ്മന്തി കൂടി ആവാന്ന് വിചാരിച്ചു. തേങ്ങ ചിരകി എടുക്കാം. അതിലേക്ക് വേണ്ടത് മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇങ്ങനെ ചെറുതാക്കി ഇഞ്ഞവ് എന്തായാലും അരച്ചെടുക്കാനുള്ളതാണല്ലോ. അതിലേക്ക് കറിവേപ്പില, ചെറിയ ഉള്ളി ഉണ്ട്, പച്ചമുളക്, മാങ്ങ, തേങ്ങ എല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം, ഉപ്പും ചേർത്തിട്ട്. അത് ഇവിടെ അരച്ചെടുത്തു. അപ്പോൾ നമ്മൾ നല്ല ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാ ഇങ്ങനെ. അല്ലെങ്കിൽ പിന്നെ മാങ്ങാപ്പരിക്ക് ഉണ്ടാക്കണം, ഇന്ന് ചമ്മന്തി ആവാന്നുള്ള, അതുകൊണ്ടാണ് ഇപ്പോൾ ചമ്മന്തി ആക്കിയത്. അപ്പോൾ അതും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഊണൊഴിക്കലേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും ഊണൊഴിക്കാനുള്ള സമയമായി, നമുക്ക് കഴിക്കാം. ഇപ്പോൾ അമ്മയ്ക്ക് മീൻകറി, പിന്നെ 2 കഷ്ണം, പിന്നെ നമുക്ക് മുരിങ്ങയില താളിച്ചത്, പിന്നെ മാങ്ങ ചമ്മന്തി, പപ്പടം കാച്ചിയതും. മീൻ പിന്നെ 2 കഷ്ണം, അതേപോലെ എനിക്ക് 2 കഷ്ണം, അപ്പം 4, പിന്നെ ഓരോ കഷ്ണം രാത്രി, അങ്ങനെ 6 കഷ്ണം. 2 മീൻ പാകമാണ് ഞങ്ങൾക്ക്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് വെജും നോൺ വെജും എല്ലാം ചേർന്ന ഒരു നാടൻ ടൈപ്പിലുള്ള ഒരു ഉച്ചയൂണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.